ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ് ആപ്പ്. അപ്പൊ നാളെയാണ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എക്സാം നടക്കാൻ പോകുന്നത് അല്ലെ. ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ഏരിയ ആയിരിക്കും മക്കളെ ഇത് ഫങ്ഷൻസ് ഓഫ് എ സ്റ്റേറ്റ് അല്ലെ. ഒരു രാഷ്ട്രത്തിന്റെ ചുമതല എന്തെല്ലാം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഇതിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ നിർബന്ധിത ചുമതല എന്ന് പറയും അല്ലെ. ഒരു രാഷ്ട്രം എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളെയാണ് നമ്മൾ ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ നിർബന്ധിത ചുമതല എന്ന് പറയുന്നത്. രണ്ടാമത് ഡിസ്ക്രിഷണറി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എന്താ വിവേചനപരമായിട്ടുള്ള ചുമതലയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, നമുക്ക് ഒബ്ലിഗേറ്ററി ഫംഗ്ഷനിൽ വരുന്ന കാര്യങ്ങൾ പറയാം. അതിർത്തി സംരക്ഷണം അല്ലെ, പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി അല്ലെ. ഇപ്പൊ നമ്മുടെ പട്ടാളക്കാർ അതിർത്തി സംരക്ഷിക്കുക എന്നുള്ളത് എന്തായാലും ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആഭ്യന്തര സമാധാനം, മെയിൻറ്റെയിൻ ഇന്റേണൽ പീസ് അല്ലെ. ഒരു ആഭ്യന്തര സമാധാനം ഇല്ലാത്ത, ഇന്റേണൽ പീസ് ഇല്ലാത്ത ഒരു രാജ്യത്ത് ആളുകൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അത് ഗവൺമെന്റ് എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തത് അവകാശ സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്. ഇതിലാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെയുള്ള റൈറ്റുകളൊക്കെ വരുന്നത്. സോ നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രത്തിന്റെ കടമയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇംപ്ലിമെന്റേഷൻ ഓഫ് ജസ്റ്റിസ് ആണ് നാലാമത്തെ പോയിന്റ്. അതിനെ നമ്മൾ നീതി നടപ്പിലാക്കുക അല്ലെ. ശക്തമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ നീതി നടപ്പിലാക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രത്തിന്റെ കടമയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ നിർബന്ധിത ചുമതലകളിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, എന്തായാലും പഠിക്കണം. ഇനി നമ്മൾ പോകുന്നത് ഡിസ്ക്രിഷണറി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ വിവേചനപരമായിട്ടുള്ള ചുമതലയാണ് കേട്ടോ. വിവേചനപരമായിട്ടുള്ള ചുമതല എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുക. അതായത് ഒരു സ്റ്റേറ്റിന്റെ കയ്യിലുള്ള ഫണ്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ സ്റ്റേറ്റ് എന്താ പറയുക റിച്ച് ആണോ പൂർ ആണോ എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ വിവേചനപരമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുക. ഓക്കെ, ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത്, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക അല്ലെ, ഫെസിലിറ്റേറ്റിംഗ് എഡ്യൂക്കേഷണൽ എന്താ പറയുക ഫെസിലിറ്റി, പിന്നെന്താ ഇംപ്ലിമെന്റിംഗ് വെൽഫെയർ പ്രോഗ്രാംസ്, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അല്ലെ, ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുക. ഇതൊക്കെ നമ്മൾ എന്താ പണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ കയ്യിൽ ഒരുപാട് ഫണ്ട് ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ വിവേചനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിഷണറി ഫംഗ്ഷൻസിന് ഇത്രയും ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിക്കണം, എന്തായാലും പഠിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. ഇനി 4 തിയറികൾ പഠിക്കാനാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട, ഒറിജിൻ ഓഫ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട 4 ഏറ്റവും പ്രധാനപ്പെട്ട തിയറികളാണ്. ഒന്നാമത്തത് ദൈവദത്ത സിദ്ധാന്തം അല്ലെങ്കിൽ എന്താ ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയും അല്ലെ. രാഷ്ട്രം ദൈവനിർമ്മിതമാണ് അല്ലെ. രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. രാജാവിന് ദൈവത്തിന്റെ അടുത്ത് മാത്രമേ കൂറുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ദൈവദത്ത സിദ്ധാന്തം പറയുന്നത്. ഓക്കെ, ആ കാര്യം പഠിക്കുക. ഡിവൈൻ റൈറ്റ് തിയറി എന്നാണ് പറയുക. പിന്നെ പരിണാമ സിദ്ധാന്തം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ 4 സിദ്ധാന്തങ്ങളിൽ ഏറ്റവും അനുയോജ്യമായി കണക്കാക്കുന്നത് പരിണാമ സിദ്ധാന്തമാണ് അല്ലെ. സോഷ്യൽ എവല്യൂഷന്റെ ഒരു ഭാഗമായിട്ടാണ് രാഷ്ട്രം ഉണ്ടായത് അല്ലെ. ഒരു സാമൂഹിക പരിണാമത്തിലൂടെയാണ് രാഷ്ട്രം നിർമ്മിതമായതെന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത് അല്ലെ. രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്, സാമൂഹിക പരിണാമ പ്രക്രിയയിലൂടെയാണ് രാഷ്ട്രം രൂപീകൃതമായതെന്നാണ് പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ എവല്യൂഷണറി തിയറി പറയുന്നത് അല്ലെ. സോ ഈ 2 തിയറികൾ പഠിക്കാൻ 2 ഇവിടെ ഉണ്ട്. സാമൂഹിക ഉടമ്പടി സിദ്ധാന്തത്തിന് നമ്മൾ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയും. പിന്നെ ശക്തി സിദ്ധാന്തത്തിന് പവർ തിയറി എന്നും പറയും. സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെയാണ് രാഷ്ട്രം നിർമ്മിതമായെന്നാണ് ഇത് പറയുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവൻ രാഷ്ട്രത്തിന് രൂപം കൊടുത്തു എന്നാണ് നമ്മൾ സോഷ്യൽ കോൺട്രാക്ട് തിയറി പറയുന്നത്. പിന്നെ ശക്തി സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തരായ അവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രങ്ങൾ നിർമ്മിതമായതെന്നാണ് പവർ തിയറി അല്ലെങ്കിൽ ശക്തി സിദ്ധാന്തം പറയുന്നത്. സോ ഈ 4 തിയറികളും ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. മറ്റൊരു കിഡിലൻ വീഡിയോയിൽ ഒരു അടിപൊളി ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങളെ കാണാൻ ഞാൻ വരും. ബൈ.